പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഏപ്രിൽ മാസം 18 അമ്മൻ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിന് മഹത്വം കരയേറ്റുവാൻ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത് സ്തോത്രം പറയുവാൻ നമുക്കൊരു പ്രഭാതം കൂടെ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്നത് ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ അത്ഭുതകരമായി കാത്തുപരിപാലിച്ചു അല്ലേ? ഒന്ന് ഓർത്ത് നോക്കി, എത്ര ശ്രേഷ്ഠമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നടത്തിയത്. നമ്മുടെ യാത്രകളിൽ കൂടെ ഇരുന്നു. ആമേൻ. വാഹനങ്ങളെ കർത്താവ് നിയന്ത്രിച്ചു. ജോലി സ്ഥലങ്ങളിൽ, ഭവനത്തിനകത്ത്, സ്കൂളിനകത്ത്, കോളേജിനകത്ത്, ആമേൻ, എല്ലായിടത്തും നമ്മുടെ യാത്രകളിലെല്ലാം കർത്താവ് കൂടെ ഇരുന്നു. അനർത്ഥങ്ങളൊന്നും ഉണ്ടാകാതെ ദൂതന്മാരെ നമുക്ക് ചുറ്റും കാവലിനാക്കി കർത്താവ് കൽപ്പിച്ചാക്കി. എല്ലാം ഓർത്തിട്ട് കഴിഞ്ഞ പകൽക്കാലം ഓർത്ത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു. അതൊന്നോ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കർത്താവെ രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം ചെയ്താട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനോട് പറയാം, കർത്താവെ കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നതിന് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയതിന് കർത്താവിന് കരങ്ങളെ ഉയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ അങ്ങ് ഉണർത്തിയത് അതിനായിട്ട് സ്തോത്രം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ മുൻപടയായി പിൻപടയായി കർത്താവ് ഉള്ളതിന് സ്തോത്രം. ദോഷമായിട്ടൊന്നും സംഭവിക്കുവാൻ അനുവദിക്കാതെ അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചിരിക്കുന്ന കൃപകൾക്ക് സ്തോത്രം. ദുഷ്ടനാകുന്നവൻ്റെ കണ്ണ് ഞങ്ങളുടെ മേൽ വീഴുവാൻ അനുവദിക്കാതെ കർത്താവ് ഞങ്ങളെ കരുതുന്നതിന് സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, 9-ാം സങ്കീർത്തനം, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കർത്താവിനെ സ്തുതിക്കും, കർത്താവിൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും, ഞാൻ കർത്താവിൽ സന്തോഷിച്ച് ഉല്ലസിക്കും. അത്യുന്നതനായുള്ളവേ, ഞാൻ അങ്ങയുടെ നാമത്തെ കീർത്തിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടയട്ടെ, ആരും അശ്രദ്ധരായിട്ട് നിൽക്കരുത്. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് നന്ദി പറയുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും ഉണ്ടാകണം. കാലുകൾക്കും കൈകൾക്കുമുള്ള ആ കഴപ്പ്, അസ്വസ്ഥത, ആ അകത്തുള്ള വേദന ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ആമേൻ ആമേൻ മസിൽ പെയിനുകൾ, കാലിൻ്റെയും കൈയുടെയും മസിൽ പെയിനുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ വേദന പൂർണ്ണമായിട്ട് മാറിപ്പോകട്ടെ. അത്ഭുതകരമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വന്നിരിക്കുന്നതിന് സ്തോത്രം ചെയ്തു. അതുപോലെ കർത്താവേ, ആമേൻ, നിരന്തരമായി മുടി പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ, ആമേൻ ആമേൻ, പ്രായമാകുന്നതിന് മുമ്പ് നര വന്നത്, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആ മുടി കൊഴിച്ച് നിൽക്കട്ടെ. പ്രായമാകുന്നതിന് മുമ്പുണ്ടായ ആ മുടിയുടെ നര യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത് ബ്ലാക്കായിട്ട് മടങ്ങി വരട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വഴി തുറക്കുന്നതിന് സ്തോത്രം. ഇന്ന് 2024 ഏപ്രിൽ 18 ഇൻ്റർവ്യൂ കോൾസ് വരട്ടെ, ഇമെയിൽസ് വരട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കട്ടെ. കൺഫർമേഷനുകൾ ഇന്ന് തന്നെ കുഞ്ഞുങ്ങളുടെ ജോലിയിൽ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി ഇന്ന് നടക്കുന്നതിന് സ്തോത്രം. സാമ്പത്തികമായ ആവശ്യങ്ങളിൽ ഇടപെടണം. കർത്താവിൻ്റെ കൃപയുണ്ടാകണം. കർത്താവെ, ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഒരിക്കലൂടെ അനുഗ്രഹിക്കുന്നു. അവരുടെ സകല ആവശ്യങ്ങളിലും കൂട്ടായിട്ടിരിക്കണം. നാളത്തെ സഭായോഗത്തെ കർത്താവ് ബ്ലസ് ചെയ്യുന്നതിന് സ്തോത്രം. ഇന്നലത്തെ മീറ്റിങ്ങും അനുഗ്രഹമാക്കിയതിന് സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദാസീദാസന്മാർക്കായിട്ട് സ്തോത്രം. അഭിഷക്തന്മാരെ കരുതണം, പരിപാലിക്കണം, കൃപയിൽ പൊതിയണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എല്ലാവരെയും ആ ദൈവിക മഹത്വത്തിൽ
മുന്നോട്ട് കൊണ്ടോട്ടെ. ആ ഗ്ലോറിയിൽ നിന്ന് ഗ്ലോറിയിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കുള്ള ആമേൻ ഒരു പകൽക്കാലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. നിങ്ങൾ നിശ്ചയമായിട്ടും പങ്കെടുക്കുക. ഇന്നലെ പങ്കെടുത്തവരെ ഓർത്ത് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് ഇവിടെ അതിൻ്റെ മുകളിലത്തെ വാക്യം കൂടെ വായിച്ച് കേൾപ്പിക്കാം. 23-ാമത്തെ വാക്യം, മാർക്ക് ചാപ്റ്റർ 11:23, മർക്കോസ് 11:23. അവിടെ പറയാം, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ. ഈ ആരെങ്കിലും എന്നുള്ള പദം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അത് ഇന്ന ആളെന്നില്ല, അല്ലെങ്കിൽ ഉപദേശി എന്നില്ല, പാസ്റ്റർ എന്നില്ല, ബിഷപ്പ് എന്നില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരുമായിക്കോട്ടെ. നിങ്ങൾ എത്ര ചെറിയ ജോലി ചെയ്യുന്ന വ്യക്തിയായാലും വലിയ ജോലി ചെയ്യുന്ന വ്യക്തിയായാലും വർഷങ്ങളായി വിശ്വസിക്കുന്ന വ്യക്തിയായാലും ഇന്നലെ വിശ്വസിക്കുന്ന വ്യക്തിയായാലും ഇന്നിപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങുന്ന വ്യക്തിയായാലും, അതാണ് പറഞ്ഞത് ആരെങ്കിലും. എന്താണ് ചെയ്യേണ്ടത്? ഹൃദയത്തിൽ സംശയിക്കാതെ. നമ്മുടെ സംശയം വരുന്നത് എവിടെയാണ്? ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ വരുന്ന സംശയമാണ് നമ്മൾ വാഗൊണ്ട് പലപ്പോഴും പറയുന്നത്. അപ്പോൾ ഹൃദയത്തിൽ സംശയിക്കരുത്. ആമേൻ. താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോവുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. ഇന്ന് പകൽക്കാലം ചിലതൊക്കെ സംഭവിപ്പിക്കുന്ന പകലായി മാറും. നിങ്ങളുടെ വാ തുറന്ന് വിശ്വാസത്തോടെ ഹൃദയത്തിൽ സംശയിക്കാതെ ചിലത് പറയുകയും ഇന്ന് പകൽക്കാലം അത്ഭുതം കാണുകയും ചെയ്യാനിടവരട്ടെ. ചില രോഗത്തോട് മാറിപ്പോകാൻ കൽപ്പിക്കുന്നത് പകൽക്കാലം. ആമേൻ. ദേശങ്ങളിൽ നടക്കുന്ന ചില മ്ലേച്ഛതകളെ നോക്കി നോ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോ എന്ന് പറയാൻ തക്ക ഒരു വിശ്വാസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. മിറക്കിൾ കാണുന്ന പകലായി മാറട്ടെ. എന്നിട്ട് പറയാം, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് മസ്റ്റാണ്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം? ചോദിച്ചതൊക്കെയും ലഭിച്ചു. എന്ത് നമ്മൾ അപ്പനോട് ചോദിച്ചത് എന്ത് ചെയ്തെന്ന് വിശ്വസിക്കണം? ലഭിച്ചു. ഹല്ലേലൂയ, ലഭിച്ചു. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ എന്താ വിശ്വസിക്കേണ്ടത്? ചോദിച്ചത് ലഭിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒന്ന് നോക്കണം. ആമേൻ. കാണണം. നമുക്കിപ്പോൾ ഒരാളൊരു കാര്യം തന്നാൽ നമുക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് നമ്മൾ കാണും. അപ്പം ഇങ്ങോട്ട് നോക്കിക്കേ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിക്കണം. രണ്ടാമത് ചെയ്യേണ്ടത്, അത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണണം. കർത്താവേ, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി. ഇപ്പം നിങ്ങളൊരു കുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, കർത്താവേ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന് പ്രാർത്ഥിച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കർത്താവ് വിശ്വസിക്കുക. ആമേൻ. ലഭിച്ചു എന്ന് വിശ്വസിക്കുക. അടുത്തത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കുഞ്ഞ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ജോലി, ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്നത് നിങ്ങൾ വിശ്വാസ കണ്ണാൽ കാണണം. തേർഡ് സ്റ്റെപ്പ് എന്തുവാ? കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യണം? അങ്ങോട്ട് സ്തോത്രം പറഞ്ഞു. കർത്താവേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് മറുപടി തന്നതിന് സ്തോത്രം, എൻ്റെ ആവശ്യത്തിന്മേൽ അങ്ങനെ വിടുതൽ നടന്നതിന് സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. 1, പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ആമേൻ. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണണം. 3, നിങ്ങൾ സ്തോത്രം പറയണം. അപ്പം എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ എന്തായിരിക്കണം? സ്തോത്രമായിരിക്കണം. പ്രാർത്ഥിച്ച കാര്യം എപ്പോൾ നടക്കുമെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. കാരണം കർത്താവ് എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. ആമേൻ. അതാതിൻ്റെ സമയത്ത് തക്ക സമയത്ത് നടക്കും. പക്ഷേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്തുണ്ടാകണം? ഞാനത് കണ്ണുകൊണ്ട് കാണണം, വിശ്വാസ കണ്ണാൽ കാണണം, വിശ്വാസത്തോടെ സ്തോത്രം പറയണം. അത് ലഭിച്ചതിനായി, കർത്താവ് എനിക്ക് തന്നതിനായി സ്തോത്രം. ഉണ്ടാക്കിയുള്ള സ്തോത്രമല്ല, അല്ലേ? അതായത് ലഭിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തോടുള്ള സ്തോത്രമായിരിക്കും. കാരണം കർത്താവ് എനിക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഉണർവ് കണ്ട്, ആമേൻ, ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നത് കണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നത് കണ്ട് സന്തോഷിച്ച് സ്തോത്രം പറയണം. ഈ പകൽക്കാലം അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വലിയ മാറ്റങ്ങളുണ്ടാകും കേട്ടോ. പ്രാർത്ഥനയ്ക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. 2, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും ലഭിച്ചെന്ന് വിശ്വസിക്കണം. ലഭിച്ചുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണണം. അവൻ കാണുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. അത് നിങ്ങളുടേതായി മാറും. അതിന് ദൈവം സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ലഭിക്കും. അതുവരെ കാത്തിരിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇടയ്ക്ക് വെച്ച് പ്രാർത്ഥനയും സ്തോത്രവും നിർത്തരുത്. ആമേൻ. വഴിയിൽ വെച്ച് നിന്നു പോകല്ലേ. കർത്താവ് തരും, നിശ്ചയമായിട്ടും തരും. അതുകൊണ്ട് ആ വെയിറ്റ് ചെയ്യുന്ന പീരീഡ് എങ്ങനെ ആയിരിക്കണം? സ്തോത്രത്തോടെ കാത്തിരിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമാകും, ഉയർച്ച പ്രാപിക്കും.
എല്ലാവർക്കും വിശാലമോ, നാം എല്ലാവർക്കും ഭയമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.